ബീന ഗംഗോത്രിയുടെ നനയാത്ത മഴകൾ, കടലാസ് കൊക്കുകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. സൗഹൃദ ചെറുവത്തേരി കൂട്ടായ്മയാണ് പുസ്തകങ്ങളുടെ പ്രകാശനം ഒരുക്കിയത്. സംവിധായകൻ പ്രിയനന്ദനൻ, എഴുത്തുകാരൻ ശിവൻ സുധാലയം എന്നിവർ ചേർന്ന പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. എഴുത്തുകാരി ബീന ഗംഗോത്രിയുടെ മാതാവ് കമലം ശ്രീധരൻ, മാത്യൂസ് കൂനമ്മാവ് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സൗഹൃദ ചെറുവത്തേരിയുടെ ഉപഹാരം സുനിൽ മൂപ്പിശ്ശേരി എഴുത്തുകാരി ബീന ഗംഗോത്രിക്ക് സമ്മാനിച്ചു. ഡോക്ടർ PS ജയ, പോൾസൺ തേങ്ങാപുരയ്ക്കൽ, അരുൺ ഗാന്ധിഗ്രാം, AR ശിവദാസ്, വാർഡ് മെമ്പർമാരായ ശ്രീദേവി സന്തോഷ്, കൃഷ്ണപ്രിയ ശ്രീജിത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുകന്യ ജിനീഷ് എന്നിവർ സംസാരിച്ചു. നമുക്ക് സൗകര്യം കൂടുന്തോറും നമ്മളെ മനുഷ്യരെ പരസ്പരം അറിയാതെ പോകുമെന്നുള്ളതാണ്. എത്രയും പെട്ടെന്നൊക്കെ നമുക്ക് ഓരോ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അവരൊന്നും അങ്ങനെ തൊട്ടു പോകാൻ പറ്റാത്തവരോ അത് നടന്നു പോകുന്നൊരു ശീലമില്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് കൂടുതൽ സൗകര്യങ്ങളായി അങ്ങനെ കണ്ടു കടന്നു പോകുന്നവർക്കൊക്കെ വലിയ തിരക്കായി പോയിരുന്നതാണ്. പഴയ കാലത്തെ തിരക്കും പുതിയ കാലത്തെ തിരക്കിനും ഭയങ്കര മാറ്റം വന്നു എന്നുള്ളതാണ്. അതിനിടയിലൊക്കെയാണ് ആളുകൾ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്ര തിരക്കുള്ള കാലത്തായാലും ഗതികെട്ട കാലത്തായാലും ഒക്കെ നമ്മൾ സമയം അതിനുവേണ്ടി കളഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വായന എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. നമ്മൾ അതിനു മുമ്പേ സ്കൂളിൽ പോണാൻ മുഴുവൻ തയ്ച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് പിന്നെ ജീവിതം പഠിക്കണമെങ്കിൽ ഏതെങ്കിലും മാഷന്മാർ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ പറ്റാതായിപ്പോയി. കാരണം അതിൽ പഠിച്ചാൽ നമുക്കൊരു സർക്കാർ ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ജോലി കിട്ടുന്നതാണ്. അപ്പോൾ ജോലിയുടെ പഠിപ്പില്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊരുപാട് വായനകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്നതാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വായനകളായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വായനകളായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ മറികടക്കാനുള്ള വായനകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വായന നമ്മളെ ജീവിതത്തെ വളരെയേറെ മാറ്റി തീർത്തിട്ടുണ്ട്.